ഹായ്, ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 2 ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ? അപ്പോൾ രാവിലെ എപ്പോൾ അമ്മമാർക്കൊക്കെ ടെൻഷനാണ് എന്താണ് കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടുക എന്നുള്ളത്. അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് ഒട്ടും താമസിയാതെ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ചിക്കനും കൂടി, ബോൺലെസ് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ആക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ടേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതേ സെയിം പാനിലോട്ടേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി മൂത്തൊരു നല്ല സ്മെല്ല് വരുന്ന വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ പകുതി മാത്രം ചേർക്കുക. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരണം. ആ സമയം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചിക്കൻ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് 1 ടീസ്പൂണോളം ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 3 കപ്പ് ഇത് ജീരകശാല റൈസ് വെള്ളവും ഉപ്പും അതുപോലെ ഓയിലും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. അത് ഒരു 3 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 3 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് പല ഐറ്റംസും നമുക്ക് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടിഫിൻ ബോക്സിലോട്ടേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആണെങ്കിൽ അത്രയും അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് തൈരോ അച്ചാറോ വെക്കാം, അത്രയേ ഉള്ളൂ. അത്രയും അടിപൊളി റൈസാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പിയിലോട്ടേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് 2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൽ കൂടുതൽ തിളപ്പിക്കരുത്. 1 മിനിറ്റ് കറക്റ്റ് ടൈം നോക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് ഊറ്റി മാറ്റി വെക്കാം. ഇനി അതേ സെയിം കടായിലോട്ടേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 2 ഉരുളക്കിഴങ്ങ് പൊടിയായി അരിഞ്ഞതും 2 ചെറിയ ക്യാരറ്റാണ് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുഞ്ഞായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് അടുപ്പ് അടച്ച് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ പച്ചച്ചുവൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക്
നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ, ഊറ്റി വെച്ച ആ സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പ്രത്യേകിച്ചിട്ട് മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളി സേമിയ വെച്ചിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും കൂടി നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് അതിൽ തന്നെ ഇട്ടിട്ട് ചിക്കി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൈയോ എഗ്ഗോ എന്തെങ്കിലും വെക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.